അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ആടിൻ്റെ തലേനിട്ട തലക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്കുള്ള ചേരുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള, 10 ഉള്ളി, 10-15 ചെറിയ ഉള്ളി എടുക്കുക കേട്ടോ. 4 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയ കാരണമാണ് 4 എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഉണ്ട വെളുത്തുള്ളി എടുക്കണം. കറിയൊക്കെ വെക്കുമ്പോൾ കൂടുതൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇടണം, നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. എന്നിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ചേരുവകളൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ തന്നെ നല്ല ജീരകം, കുറച്ച് പെരിഞ്ജീരകം ഒക്കെ 1/4 ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായി ചൂടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം തല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു സ്പൂണ് മുളക് പൊടി, ഞാനിപ്പോൾ കുരുമുളക് പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുക്കർ നമ്മൾ മൂടി വെക്കണം കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷമാണ് കുക്കർ മൂടി വെക്കേണ്ടത്. അതിന് ശേഷം കുക്കർ തുറന്ന് നന്നായിട്ട് തല വെന്തിട്ടുണ്ട്. അപ്പോൾ വേപ്പില ഇട്ട് കൊടുത്ത്, മല്ലിച്ചപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. അതേപോലെ വേപ്പില, കുറച്ച് കുരുമുളക് പൊടി, ഇപ്പോഴാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. തുറന്ന് വെച്ചതിന് ശേഷം ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ നമ്മുടെ തലക്കറി റെഡിയായി. ഇനി പുട്ടാണ്, പാൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശരിക്ക് പാൽ വേണമെന്നില്ല, നല്ല സോഫ്റ്റ് ആവും ഈ പുട്ടുപൊടി. പാൽപുട്ട് ആയതുകൊണ്ടാണ് പാലൊഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ സാധാ പത്തിരിയുടെ പൊടിയാകുമ്പോൾ പാലൊഴിച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ പുട്ടുപൊടി. ഇത് നമുക്ക് നന്നായി അല്ലെങ്കിൽ പാലൊഴിച്ചിട്ടില്ലെങ്കിലും സോഫ്റ്റ് ആവും പുട്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്, പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അത് സെർവ് ചെയ്യട്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതേപോലെ നിങ്ങൾ അധികം ചേരുവകളൊന്നും ഇല്ലാതെ തലക്കറി വെച്ചാൽ അടിപൊളിയാണ്. ആവിയോട് കൂടിയിട്ടുള്ള തലക്കറി തന്നെയാണ്. അതിലേക്ക് പുട്ടാണെന്ന് പാൽപുട്ടാണ് കേട്ടോ. പാൽപുട്ടിലേക്ക് ഞാൻ ക്യാരറ്റ് ഒന്നും എടുത്തിട്ടില്ല, വെറും പാൽ മാത്രം, ഉപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കറി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ക്യാരറ്റ് ഇട്ട് കൊടുക്കാഞ്ഞത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്.